ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തൊടുപുഴയിലാണ് ഗൈസ്. തോപ്രാങ്കുടിയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ തൊടുപുഴ എന്ന പട്ടണം. നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ജ്വല്ലറി വാങ്ങണമെങ്കിലോ ഒക്കെ നമ്മൾ ഈ തൊടുപുഴ പട്ടണത്തിൽ വന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കട്ടപ്പനയാണ്. അപ്പം കട്ടപ്പനയേക്കാളും ഇച്ചിരിയുടെ ബെസ്റ്റ് ഓപ്ഷൻ തൊടുപുഴയായിട്ട് തോന്നി. കാരണം എല്ലാ തിങ്സുകളും അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എല്ലാം ബ്രാൻഡഡ് ക്ലോത്തിങ്സ് ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് മാക്സ്, റിലയൻസ് അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ ഷോപ്പുകളും തന്നെ പിന്നെ ഇവിടെ തന്നെയുണ്ട്. സീമാസ് അങ്ങനെ എല്ലാം റീറ്റെയിൽ ഷോപ്പും വലിയ ഷോപ്പുകളും ഏത് വേണമെങ്കിലും. അപ്പം ഞങ്ങളിന്ന് മാക്സ് എന്ന് പറഞ്ഞ ഷോറൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. അപ്പോൾ മക്കൾക്ക് തുണിയെടുക്കാനും പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജെൻസ് അല്ലേ, അപ്പം അവർക്കെല്ലാം ബ്രാൻഡഡ് ഐറ്റംസിനോടാണ് താല്പര്യം. സോ അത് ഞാൻ തെറ്റായി പറയുകയല്ല കേട്ടോ, എങ്കിലും പക്ഷേ അതാണ് നല്ലത്. ഇച്ചിരി നമ്മൾ റേറ്റ് കൂടുതൽ കൊടുത്താലും നമുക്കൊരു വാല്യൂ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അതുകൊണ്ട് ഞാനും ഒന്ന് കണ്ണടച്ചു. എന്നാൽ നല്ല ഒരുവിധം നല്ല തിരക്കാണ് കേട്ടോ, വാഹനങ്ങൾ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ജനങ്ങളും ഉണ്ട്. കാരണം എനിക്കൊന്ന് പാലാ പട്ടണത്തിൽ നിന്ന് പോലും തൊടുപുഴയിൽ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഇടുക്കിയുടെ തന്നെ എല്ലാ കാര്യാലയങ്ങളും മിക്ക വലിയ വലിയ ഓഫീസുകളെല്ലാം തന്നെ തൊടുപുഴയിലാണ്. നമ്മുടെ PJ ജോസഫിൻ്റെ സ്വന്തം മണ്ഡലം. അതായത് ഡ്രസ്സിൻ്റെ കളറിനെ ഒപ്പിച്ച് തന്നെ നമുക്ക് ചപ്പൽസൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ 7,000-7,500 രൂപയുടെ തിങ്സുകൾ പർച്ചേസ് ചെയ്തു ഗായ്സ്. പിന്നെ ഇതിനോട് തൊട്ടടുത്ത ഒരു പള്ളിയുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഒരുവിധം നല്ല ചർച്ചാണ്. കാരണം തൊടുപുഴ ഓൾമോസ്റ്റ് ഇത് റിച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട്, കൂടുതലും റിച്ച് ആണുള്ളതുകൊണ്ട് പള്ളി അതുപോലെ തന്നെ റിച്ചായിട്ട് തന്നെ തോന്നി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം. 1 മണി ഏകദേശം 1:30 സമയം. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡ്, നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് സ്വല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഹൈ റേഞ്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടൽ. ഞാനവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സഫീഷ്യൻ്റായ പ്ലേസ് ഉണ്ട്. ഏകദേശം ഒരു 50-60 മുകളിൽ വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ ഹോട്ടലിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഹോട്ടലിലെത്തി ഗൈസ്. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തു. അപ്പോൾ ബിരിയാണി അവർക്ക് 2 പേർക്ക്, മോളും വൈഫുമായിരുന്നു കൂടെ വന്നത്. അപ്പം അവർ 2 പേരും ചിക്കൻ ബിരിയാണി. എനിക്ക് ചിക്കനിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മട്ടൻ ബിരിയാണി ഓർഡർ പ്ലേസ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് കേട്ടോ, അടിപൊളി. അപ്പോൾ നിങ്ങൾ തൊടുപുഴയിൽ വന്നാൽ ഹൈ റേഞ്ച് ഫുഡിൽ കയറി, അതായത് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ മറക്കരുത്. ആ ടേസ്റ്റ് ഒന്ന് അറിയുക. അധികം എനിക്കിഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാം, അധികം ഓയിലി അല്ല,
അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കൊളസ്ട്രോളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴേ നല്ല അടിപൊളി നമ്മൾ കഴിച്ച് കഴിയുമ്പം ഭയങ്കര ഓയിലാണ്, തിക്ക് ഓയിലായിരിക്കും. അപ്പോൾ അത് ഹെൽത്തിന് സ്പോയിൽ ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്കുള്ള കുറേ തിങ്സ് വാങ്ങണേ. അപ്പോൾ അതായത് നമ്മൾ വീട്ടിൽ അരി അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് കിച്ചണിൽ യൂസ് ചെയ്യേണ്ട ഐറ്റംസ്. അപ്പം നമ്മുടെ കട്ടപ്പനയേക്കാളും വലിയ മാർട്ടാണ് റിലയൻസ് റിറ്റെയിൽ ഷോപ്പ്. അംബാനി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ പറ്റി. കാരണം ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്നാണെന്നറിയോ, നമ്മൾ അതായത് എവറിത്തിങ് വിൽ ബി അവൈലബിൾ ഓൺ വൺ അംബ്രല്ല. അതാണ് സിസ്റ്റം അവരുടെ. കാരണം ഇപ്പം ക്ലോത്തിങ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും, ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എന്താ വേണ്ടത് നിങ്ങൾക്ക്, ഈവൻ ഹെൽമെറ്റ് പോലും കിട്ടും. ഞാൻ കണ്ടു ഹെൽമെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ പണ്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഏകദേശം ക്വാളിറ്റിയുള്ള തിങ്സുകളാണ് ഓൾമോസ്റ്റ് തിങ്സ് ദേ ആർ സെല്ലിങ് ഔട്ട്. സോ അതും ഒരു നല്ല, കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് അതിൻ്റെ അകത്ത്. എനിക്ക് ഏറെ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ എന്നാ പറയുക, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആണെന്ന് എനിക്ക് തോന്നി. ഏകദേശം 3 ഫ്ലോറിലായിട്ടാണ് ഈ പിന്നെ റിലയൻസ് മാർട്ട്. പക്ഷെ ഒരു കാര്യം തോന്നി എന്നാണെന്നറിയാം, ഞാൻ കട്ടപ്പന എന്നും പോകുന്നതുകൊണ്ടായിരിക്കാം, പക്ഷേ അവിടുത്തെ സ്റ്റാഫ് കണ്ടോ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടെ ഒരു ഇച്ചിരി അത് ഒക്വേർഡായിട്ട് എനിക്ക് തോന്നി. എന്തിനും നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യണം, അവരായിട്ടൊന്നും നമ്മളോടൊന്നും ചോദിക്കൂല. അങ്ങനെ കണ്ട ഓരോ ഐറ്റംസ്, പിന്നെ അരി, പയർ, ഇറക്കം എല്ലാത്തിൻ്റെയും റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്തുള്ള റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അരി തന്നെ 4-5 റേറ്റിലുള്ളതുണ്ട്. ഇത് പിന്നെ റിലയൻസ് മാർട്ടിൻ്റെ പുറത്തുള്ള വ്യൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇത് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് സൈഡാണ്, KSRTC ബസ് സ്റ്റാൻഡ്. പാലാ പട്ടണത്തിൻ്റെ ഡബിളായിട്ടുണ്ട് കേട്ടോ ഇപ്പം തൊടുപുഴ ടൗൺ. അറിയാതിരിക്കാൻ വയ്യ. കാരണം പാലായിൽ പണ്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പാലായെപ്പറ്റി നമുക്ക് നല്ലപോലെ അറിയാം. എന്നാ തിരക്കാന്ന് നോക്കി റോഡുകളെല്ലാം. എന്നാൽ വലിയ അതുപോലെ ഈ പറയുന്ന ഭയങ്കര ട്രാഫിക് ഇല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ചാലക്കുടി, തൃശ്ശൂരൊക്കെ ഉള്ള പോലെ ഉള്ള ട്രാഫിക്കുകളൊന്നുമില്ല. ഇത് ഇടുക്കി മൂലമറ്റം ട്രാഫിക് സിഗ്നലാണ്. എല്ലായിടത്തും ഓട്ടോമാറ്റിക് സിഗ്നൽ വന്നിട്ട് ഇവിടെ ഹാൻഡ് സിഗ്നലിൽ തന്നെയാണ്ടോ ഒരു പോലീസുകാരൻ കഷ്ടപ്പെടുന്നത്. നല്ല രസമുണ്ട് കണ്ടു നിൽക്കാൻ. പുള്ളി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു നോക്കിയേ. രണ്ട് സൈഡിൽ നിന്ന് പുള്ളി സിഗ്നൽ കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ് കണ്ടോണേ.
കണ്ട സ്റ്റൈല് അതാണ് സ്റ്റൈൽ. അങ്ങനെ സമയം 6 മണി 7 മണി ആയി ഗൈസ്. ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ റോഡ് സൈഡിൽ കണ്ട വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത്, അതായത് മുട്ടത്തുനിന്ന് ചെറുതോണി റൂട്ട്. അപ്പം വനത്തിനുള്ളിൽ കൂടെയാണ് യാത്ര. സൈഡുകളിലെല്ലാം തന്നെ ബോർഡുകളെല്ലാം ഉണ്ട്. സൂക്ഷിക്കുക, വാഹനം സ്പീഡ് കുറച്ച് ഓടിക്കുക. പിന്നെ നല്ല വളവും തിരിവും തന്നെ ഉണ്ട് ഒത്തിരിയിടത്ത്. ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 18-20 കിലോമീറ്ററോളം ഞങ്ങൾ ഈ വനത്തിനുള്ളിൽ കൂടെ തന്നെ പോകണം. ഞങ്ങളങ്ങനെ മുമ്പിൽ പോകുന്ന ഒരു വാഹനം സത്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പുറകെ പിടിക്കുകയാണ്. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നത് എപ്പോഴും അപകടമാണല്ലോ. അതെന്തെങ്കിലും സംഭവിച്ചാൽ ആരും കാണത്തില്ല. ഞങ്ങളതിൻ്റെ പുറകെ വെച്ച് ഓടിക്കുക. അവൻ 100-ലാണ് വിട്ടു പോകുന്നത്. അവൻ്റെ ഒപ്പം എത്തണമെങ്കിൽ ഞാൻ 120 പോകണം. പക്ഷെ അത്ര സ്പീഡിൽ പോകാനും പറ്റില്ല. അത് ഒരു KSEBയുടെ ഒരു വാഹനമാണെന്ന് തോന്നുന്നു. ഡെപ്യൂട്ടേഷനിൽ ഓടുന്ന വണ്ടിയാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വനത്തിൻ്റെ അങ്ങനെ ഒന്നും കാര്യമായിട്ട് കാണത്തില്ല, റോഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങളാണെങ്കിൽ ഇനി ഈ മുട്ടത്തുനിന്ന് നമ്മൾ ചെറുതോണിക്ക് പിന്നെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കാരണവശാലും 7 മണി കഴിഞ്ഞ ശേഷം യാത്ര ചെയ്യാതിരിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ചും കാരണം വെച്ചാൽ ഈ വനത്തിനുള്ളിലുള്ള യാത്ര, കാരണം അങ്ങനെ ഒരു സേഫ്റ്റി ഒന്നുമില്ല. കാരണം ഒരു ഫോറസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. കാരണം നമുക്കതൊരു ഹെൽപ്പ് കിട്ടാൻ വഴിയില്ല. എന്താണേലും നമ്മൾ അനുഭവിക്കുക. അതുകൊണ്ട് നമുക്ക് അതർ വേസ് നമുക്ക് വേറെ വഴിയുണ്ട്. വണ്ണപ്പുറം കൂടി പോകുന്ന വഴിയൊക്കെയാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മുട്ടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വഴിയിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങ് വന്നതാണ്. ഇപ്പം മുമ്പിൽ പോകുന്ന വണ്ടി ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും താങ്ക്സ്, വെൽക്കം.